ഹലോ ഹലോ വസുന്ധരേ, എന്റെ വസുന്ധരെ നീ ഒന്ന് അടങ്ങിയിട്ട് നീ എന്തൊരു ശല്യോടി ഇത്? ഇനി നിനക്ക് ആ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതാശ്വാസം നല്ല പൈസ ഞാൻ മേടിച്ച് തരാം. പിന്നെ ആ പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതിയുടെ വകുപ്പിലുള്ള വീട് നിനക്ക് ഞാൻ ഒപ്പിച്ചു തരാം. എടി എന്ന് നീ അങ്ങനെ പറഞ്ഞത് നിന്റെ വീട്ടിലെ മെമ്പറല്ലേ? ഞാൻ ഈ നാട്ടിലെ മെമ്പറാണ്. നിന്റെ കാര്യം മാത്രം നോക്കിയാൽ നാട്ടുകാർ വേറെ വല്ലതും പറയുവേ. പിന്നല്ലാതെ നിന്നെ വേണ്ട കാര്യങ്ങളും ചെയ്തു തരില്ല. നിനക്ക് എപ്പോഴും അങ്ങനല്ലേ ഞാൻ ചെയ്തു തരുന്നത്? പിന്നെ നീ പിന്നെ വെള്ളത്തിലെടുക്കുന്ന ആവശ്യമില്ലാത്ത രമേശൻ നായർ പോലെ ഞാൻ കണ്ടു വെച്ചിട്ട് ഫോൺ വെച്ച് രമേശൻ നായർ രമേശൻ നായർക്ക് ഞാൻ പൈസ വല്ലതും തരാനുണ്ടോ? ഇല്ല. രമേശൻ നായർ എനിക്ക് പൈസ വല്ലതും തരാനുണ്ടോ? ഒന്നും തരാനില്ല. പിന്നെ എന്ത് പിണ്ണാക്കിനാണോ താനെ കാണുമ്പോ ഓടുന്നത്? അല്ല, തന്റെ മകൾക്ക് എന്റെ മകൾക്ക് എന്ത് പറ്റി? തന്റെ മകൾക്കൊന്നും പറ്റിയില്ല. തന്റെ മകൾക്ക് ഒരു ചെറുക്കനെ വേണമെന്നോട്ട് ഞാൻ ചെറുക്കനെ കൊണ്ടുവന്നായിരുന്നല്ല. അല്ല, അവര് വീട്ടിൽ വന്നല്ലോ. ചെറുക്കൻ വീട്ടിൽ വന്നു, പെങ്കൊച്ചിനെ കണ്ടു, ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് കഴിഞ്ഞ് അവരൊന്നും വിളിക്കുകയോ പറയുകയോ ചെയ്തില്ല. അല്ല, അത് കഴിഞ്ഞ് അവർ എന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് അല്ല, അവര് തന്റെ ചുറ്റുപാടും കാര്യങ്ങളും കുടുംബത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചു, ചെറുക്കന്റെ വീട്ടുകാരെ. അപ്പോ തന്റെ അനുദിനക്കാരനാണ് കള്ളം പൗത്രൻ എന്ന് അവരറിഞ്ഞു. അപ്പൊ കള്ളം പൗത്രന്റെ ഫാമിലിയിൽ നിന്ന് അവർക്കൊരു ബന്ധം വേണ്ടെന്നും പറഞ്ഞ് അവർ ഉപേക്ഷിച്ചു. അതാ ഞാൻ തന്നെ കാണുമ്പോ മുങ്ങി നടക്കുന്നത്. എന്റെ രമേശൻ നായരെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞതാ. പല വിഷം കൊടുത്ത് കൊല്ലണോ സാധനത്തിന്. എനിക്കറിയാൻ പാടില്ല. ഈ നാട് കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവന്റെ ഈ പേര്, ഈ കള്ളപ്പേരുള്ള കാരണം എന്റെ പെങ്കൊച്ചിന്റെ കല്യാണം പോലും നടക്കുന്നില്ല. അതെനിക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഞാൻ നാട്ടിലിറങ്ങി നടക്കുമ്പോ എന്നെ മെമ്പറെന്നല്ല ആൾക്കാർ വിളിക്കണം. ദേണ്ട കള്ളം പോകത്തിന്റെ അമ്മാവൻ പോണു, ദേണ്ട കള്ളം പോകത്തിന്റെ അമ്മാവൻ പോണു. യവനെ എന്തെന്ന നാണംകരും ഉണ്ടല്ലോ, മുണ്ട് തലവടി ഇട്ടിട്ടാ ഞാൻ നടക്കണേ. അപ്പൊ കൊടുക്കാറില്ല. ഞാൻ വല്ല വേറെ വല്ല വർത്താനം പറയണ്ടല്ലേ? അതെ, പണ്ടല്ല പവിത്രമ്മനുണ്ട് കള്ളം പവിത്ര. താനായത് എന്റെ പാടാ. എന്താ ഇവിടെ അല്ല, ഇത് ഒരു തീരുമാനം ഉണ്ടാക്കണല്ല. ഞാൻ വെറുതെ ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല. എന്താണ് നിന്റെ ഉദ്ദേശം? അതെ, എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുടിവിട്ട് കടയിൽ പോകണം, മുടി വെട്ടണം, കുളിക്കണം, പണിക്ക് പോകണം. നീ പല്ല് തേച്ചാ കുളിച്ചാന്നുള്ള അല്ല ഏട്ടാ. പിന്നെന്താ? നീ കള്ളനായോണ്ട് ഈ മനുഷ്യൻ നിന്ന് ഉരുകയാണ്. നിനക്കറിയാവാ? ഉരുകാനായിട്ട് ഇയാളെന്താ മെഴുകുതിരിയാ? എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടേ. ഇയാളുടെ മാടെ കല്യാണം എത്ര മുടങ്ങിയെന്നറിയാവാ? നിന്റെ കള്ളൻ എന്നുള്ള പേര് മാറ്റണം, അല്ലെങ്കിൽ താൻ ഇവിടുന്ന് സ്ഥലം പേരും വിറ്റ് വേറെ അങ്ങാട്ടൊക്കെ താമസം മാറ്റണം. അങ്ങനെ പോകാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ മെമ്പറാ, വേറെ അടുത്തൊന്നും എനിക്ക് മെമ്പർ പദവി ഇല്ല. പറ്റില്ല. പിന്നെ എന്ത്? ഇവന്റെ കള്ളൻ എന്നുള്ള പേര് എന്തായാലും മാറ്റിയേ പറ്റുള്ളൂ. എന്റെ കള്ളൻ എന്നുള്ള പേര് മാറ്റാണ്ടല്ലേ ഞാൻ നടക്കണം. നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കള്ളന്നൊക്കെ വിളിക്കണത്? നീ കട്ടില്ല അമ്പലത്തിൽ കയറി. ഞാനൊരു ചെറിയ തിരുവാഭരണം മോഷിച്ചു എന്നെ അങ്ങനെ കള്ളനാ. തിരുവാഭരണത്തിന് എന്താ വിലയെന്നറിയാവാ? എന്നാ അത് പണ്ടല്ലേ. ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഞാൻ ജീവിക്കണം. അങ്ങനെ എന്നെ കള്ളാന്നൊന്നും വിളിക്കരുത്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് നിനക്ക് വല്ലതും ഉണ്ടാ? എനിക്ക് ഉണ്ടാന്നാ. ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്നറിയാം? 5 ലക്ഷം. നീ കൊണ്ടത് 5 ലക്ഷം കഷ്ടപ്പെട്ട് ജോലി ചെയ്തത്. എടാ, ബാങ്കിൽ 5 ലക്ഷം ഉണ്ട്, അംബാനിയാണെന്ന് പറഞ്ഞ കാര്യം. നാട്ടുകാർ മുഴുവൻ കള്ളം പവിത്ര എന്നല്ലേ നിന്നെ വിളിക്കണം. ആ പേര് മാറ്റണം. എടാ, ഈ ബാങ്കിൽ നിന്റെ 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപ ഉണ്ട്. ഉറപ്പാണ്. കള്ളത്തരം പറയല്ലോ. അല്ലെന്ന് 5,10,100 രൂപ ഉറപ്പാണ്. ഇപ്പൊ കുഴപ്പമില്ല. എന്താ യവന്റെ കളർ എന്നുള്ള പേര് മാറ്റാൻ എനിക്ക് ഒരു ഐഡിയ എന്റെ തലയിൽ ഉദിക്കുന്നുണ്ട്. ഐഡിയ കിട്ടുന്നൊരു ഐഡിയ എന്താന്ന് പറ. അതായത് യവൻ നാളെ രാവിലെ ബാങ്കിൽ ചെന്ന് 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് എടുക്കുന്നു. നേരെ നമ്മുടെ സ്റ്റേഷൻ ചെന്ന് SIയുടെ കയ്യിൽ ഇത് ഏൽപ്പിക്കുന്നു. മനസ്സിലായ? SIയുടെ ഇത് കൊടുത്ത് എന്റെ കാശ് SIയുടെ കൊടുക്കണം. ഞാൻ എടാ ഇത് പറയുന്നത് കേക്കടാ, തോക്കിനകത്തോട്ട് കയറി പിടി വെക്കാം. കാശ് അവൻ പണിയെടുത്ത കൊടുക്കണം. എടാ ഇത് പറയുന്നത് ഞാൻ മുഴുവൻ പറഞ്ഞില്ല. അങ്ങനെ SIയുടെ കൊണ്ട് കൊടുത്തിട്ട് പറയുന്നു, സാറേ ഞാനിങ്ങനെ നടന്നു വരുന്ന വഴി എനിക്ക് വഴി കിടന്ന് കളഞ്ഞു കിട്ടിയാണ് ഈ 5 ലക്ഷം രൂപ. മനസ്സിലായി? ഇതെന്തോ അർത്ഥാനാണ് ഈ പറയണത്? എടാ അത് പറയട്ടെ. അങ്ങനെ പറയുന്നു, സാറേ ഇത് എനിക്ക് വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പൈസയാണ്, അതുകൊണ്ട് ഇത് ഉടമസ്ഥനെ തിരികെ ഏൽപ്പിച്ച് എന്റെ കളർ എന്നുള്ള പേരൊന്ന് മാറ്റി തരണമെന്ന് SIയോട് പറയുന്നു. മനസ്സിലായ? അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് വശംവദനായിട്ടുള്ള ആളെ, അതായത് എനിക്ക് വിശ്വസ്തനായിട്ടുള്ള ഒരാളെ ഞാൻ നേരെ സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിടുന്നു. എന്നിട്ട് പറയുന്നു, സാറേ എന്റെ മക്കളുടെ കല്യാണത്തിന് വെച്ചിരുന്ന 5 ലക്ഷം രൂപ എന്റെ ഇത് കളഞ്ഞു പോയി, അത് കിട്ടുകയാണെങ്കിൽ സാറേ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് മറ്റേ പവിത്രം കൊടുത്ത 5 ലക്ഷം രൂപ ഇരിക്കാനല്ല, അതെടുത്ത് മറ്റേ പുള്ളിയുടെ കൊടുക്കുന്നു. ആ പൈസ കയറിയാൽ നമ്മളെ കൊണ്ട് തരുന്നു. അപ്പൊ SI പറഞ്ഞു ഇവൻ കളറല്ല, ഇവൻ സത്യസന്ധനാന്ന് ഒരു അവിടെ കൊണ്ട് തീർന്നില്ല. പിന്നെ തൊട്ടടുത്ത ആഴ്ച ഞാൻ കിടിലൊരു സ്വീകരണം ഞാനങ്ങ് നാട്ടിൽ അറേഞ്ച് ചെയ്യും. ആർക്ക്? ഇവര് പവിത്രന് കളഞ്ഞു കിട്ടിയ 5 ലക്ഷം രൂപ ഉടമസ്ഥനെ തിരികെ ഏൽപ്പിച്ച് കള്ളൻ പൗത്രൻ മാതൃകയായി. കള്ളൻ പൗത്രന് ജന്മനാടിന്റെ ആദരാഞ്ജലികൾ, അതുപോലെ ജന്മനാടിന്റെ ആദരവ്. മനസ്സിലായ? എന്നിട്ട് SIയെ ഞാൻ കൊണ്ടുവരും. മണി ഒരു 10 പുകഴത്തിൽ നിന്നെ പറ്റി അറിയിക്കാൻ ഞാൻ പറയും. പറ്റിയാൽ MLA ഞാൻ ഇറക്കും, മന്ത്രിയെ കൊണ്ടുവരും. ആ മന്ത്രിയെ ഞാൻ പറ്റിയാൽ ഉറപ്പാണ് ഞാൻ കൊണ്ടുവരും. അടിപൊളി സംഭവം. ഓക്കെ അല്ലേ? അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നേരെ ചെന്ന് ബാങ്കിൽ നിന്ന് പൈസ എടുത്ത് നാളെ രാവിലെ സ്റ്റേഷൻ കൊണ്ട് കൊടുത്തു. എന്റെ അമ്മാവാ, എന്റെ അമ്മാവനല്ല അമ്മാവാ, ഞാൻ നിന്റെ അമ്മാവൻ. എന്റെ ദൈവമാണെന്ന്. അപ്പൊ ഞാൻ പോയി പൈസ എടുത്തിട്ട് വരട്ടെ? ഓക്കെ ആയിരിക്കണം. കറക്റ്റ് ആയിരിക്കും. ഞാൻ കറക്റ്റ് സ്റ്റേഷനിൽ ചെല്ലും. ഓക്കെ. അടിപൊളി ഐഡിയ. ഈ പാടണ്ട, നീ പാടണ്ട 6 സ്റ്റിച്ചിന്റെ. എന്ത് വെച്ചാ
ചെലവയ്ക്ക് അടിച്ച ദൈവത്തിന്. ആര്? ആ പോയ കുചേല ഭക്തൻ. സ്നേഹം. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനിയിപ്പോ വേറൊരു ടെൻഷനും ഉണ്ട്. കാരണം ഈ എനിക്ക് വിശ്വസ്തനായിട്ടുള്ള ആളെ എനിക്ക് കണ്ടുപിടിക്കണം, അതാണ് ഒരു പ്രശ്നം. ഞാനിപ്പം ഇനി പാർട്ടി ഓഫീസിൽ പോയി നമ്മുടെ പയ്യന്മാരായാലും പറഞ്ഞുവിടാം. ടെൻഷനുള്ള കേസല്ല അത്. ആര്? സ്റ്റേഷനിലല്ലേ? രമേശൻ നായരാ? എന്റെ രമേശൻ നായരെ, ഞാനൊക്കെ സ്റ്റേഷനിൽ കയറി എനിക്ക് ഭയങ്കര പരിചയമാണ്, ബന്ധമാണ്. രമേശൻ നായർക്ക് പരിചയമില്ല. എനിക്ക് പോലീസുമായിട്ട് വാടാപോടാ ബന്ധമാണ്. സംഭവം ഞാൻ പറയാം. ഞാൻ സ്റ്റേഷനിൽ ചെല്ലുന്നു, തന്റെ അനന്തരക്കാരൻ കള്ളം പവിത്രം കൊടുത്ത കാശ് എന്റേത് കളഞ്ഞു പോയതാണെന്ന് പറയുന്നു. ആ കാശ് അവർ എന്റെ അടുത്ത് തരുന്നു. ആ 5 ലക്ഷം രൂപ മേടിച്ച് ഞാൻ പവിത്രന് കൊടുക്കുന്നു. ബാക്കി നമ്മൾ പറഞ്ഞല്ലോ ഓക്കെ. പക്ഷെ ഇത് പോലീസ് സ്റ്റേഷൻ ചെല്ലുമ്പോൾ വരലായിരുന്നു. ഒരു കുഴപ്പമില്ല, വാടാപോടാ ബന്ധമല്ലേ? അല്ല, കുഴപ്പമുണ്ടായാലും വിഷയമില്ല. കാരണം എസ് ഐ നമ്മുടെ പയ്യനാ. ഞാനാണല്ലോ അവനെ കൊണ്ടുവരുന്ന. ഞാൻ ഇങ്ങോട്ട് സ്ഥലം മാറ്റി ഞാനാണ്. ആണോ? പിന്നെ ഇനിയിപ്പോ അഥവാ ഞാൻ എസ് ഐ പറഞ്ഞ് കേട്ടില്ലെന്നുണ്ടെങ്കിലും നേരെ ഞാൻ മേൽഘടകത്തിൽ പിടിക്കും. അത് വേണ്ടത് ഞാൻ എസ് പി ഞാൻ വിളിക്കല്ലോ. ഞാൻ പോയി റെഡി ആയിക്കോളാം, ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ നാളെ നമ്മൾ പറഞ്ഞോളാം. ഓക്കെ. വേറെ കുറച്ച് കാര്യങ്ങൾ എന്താ? നമസ്കാരം. ഇതൊരു കള്ളം പവിത്രനാ? എന്റെ പൊന്ന് സാറേ, എന്നെ എന്തിനിങ്ങനെ കള്ളം പവിത്ര എന്ന് വിളിക്കുന്നത്? ഞാൻ എന്ത് ചെയ്ത്? പണ്ട് ഞാനൊന്ന് കട്ടെന്ന് പറഞ്ഞ് എന്നെ എന്തിനാ സാർ ഇങ്ങനെ കള്ളം പവിത്ര എന്ന് വിളിക്കുന്നത്? പിന്നെ പുണ്യാളാന്ന് വിളിക്കാടാ. ഇതിപ്പോ എന്താണ് കേസ്? എന്താ നീ എന്താ ഇവിടെ? സാറേ, ഞാൻ രാവിലെ പണിക്ക് പോയിരുന്നു. അപ്പൊ നമ്മുടെ പാക്കരഞ്ചേന്റെ കടയുടെ ഫ്രണ്ടിൽ ഒരു പൊതി കിടക്കണം. ഞാൻ എന്ത് പൊതിയാണെന്ന് നിങ്ങൾ നോക്കിയപ്പോഴല്ലേ ആ പൊതിയൊന്ന് എടുത്ത് എന്ന് അഴിച്ചു നോക്കിയപ്പോ 5 ലക്ഷം രൂപ ഇതിനകത്ത്. ഏതോ ഒരു പാവത്തിന്റെ കയ്യിൽ പോയ കാശാണ്. ഇത് നമുക്ക് കിട്ടേണ്ട കാര്യമില്ല. ഞാൻ അതുകൊണ്ട് സാറിനെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഏൽപ്പിക്കുന്നത്. വഴിന്ന് കളഞ്ഞിട്ടിയ സമയം സത്യം പറയാതെ എവിടെ ഓടിച്ചാണ്? എന്റെ സാറേ, മോഷിച്ചാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോരെ. ഞാൻ സത്യസന്ധനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാറ് ഏതെങ്കിലും ഒരാൾ ഇപ്പൊ വരും, ഇവിടെ വരുമ്പോ ഈ പണം അങ്ങോട്ട് കൊടുത്തിട്ട് പറയണം ആ സത്യസന്ധനായ കള്ളൻ പവിത്രൻ. ആ പേരൊന്നും മാറ്റിത്തരാട്ട എന്റെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇങ്ങനെ 5 ലക്ഷം രൂപ പോയിന്ന് പറഞ്ഞിട്ട് ഒരാളും പരാതിക്കാരായിട്ട് ഇവിടെ വന്നിട്ടില്ല. വരുമല്ലോ, കാശ് പോയി ആരായാലും വരുമല്ലോ. വരട്ടെ. വരുമ്പോ സാറ് പറയണം പവിത്രൻ സത്യസന്ധൻ എടുത്തു പറയണം. ഞാൻ പറഞ്ഞോടാ. ഓക്കെ അല്ലേ? ഞാൻ പോകട്ടെ. പണിക്ക് പോകണം. നീ പോകില്ല അവിടെ? അല്ല സാർ, എനിക്ക് പണിക്ക് പോകണമെന്ന്. എടാ, പരാതിക്കാർ വരട്ടെ. പരാതിക്കാർ വന്നിട്ട് നീ പോയാൽ മതി. ഇപ്പൊ മാറില്ല സാറ്. ഞാൻ പണിക്ക് പോട്ട് അവിടെ മാറില്ല നീ. എന്റെ സാറ്, എന്നിട്ട് ഞാൻ പറഞ്ഞ പരാതിക്കാർ വരട്ടെ. പരാതിക്കാർ വന്നിട്ട് ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇന്ന് പറഞ്ഞോടാ. മനസ്സിലാവണ്ട? അതാരവിടെ? എന്തുകൊണ്ട് സാർ? നല്ല വിശേഷം. എന്താണോ? സുഖായിരിക്കണം. സ്റ്റേഷനില് കേസും കാര്യങ്ങളും കച്ചവടങ്ങളും ഒക്കെ നടക്കുന്നുണ്ടോ? കച്ചവടം പല ഈ കേസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാം നല്ല രീതിയിൽ പോകുന്ന മെമ്പർ ഇരിക്കും. ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. എന്താണ് മെമ്പർ ഈ വഴിക്ക്? അല്ല, ഇതുവരെ ഈ മോഷണം നിർത്തില്ല ഇതുവരെ. എന്റെ വോട്ടറാണ്, എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന പയ്യനാണല്ലേ. നിർത്തറ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് മാന്യമായിട്ട് ജീവിക്കും. മെമ്പർ വന്ന കാര്യം എന്താ? അപ്പോഴേ സാറേ, ഞാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, ഇത് രമേശൻ നായർ നല്ല തറവാടിയാ. അതെ, നമ്മളൊരു ബന്ധുവായിട്ട് വരും. അപ്പൊ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ സ്റ്റേറ്റുമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൂടെ പോകുന്നേ ഉള്ളൂ. പറഞ്ഞോ, അതെന്താ പരാതി? എന്താ രമേശൻ നായരുടെ പരാതി? പറഞ്ഞോ, പരാതി പറ. രമേശൻ നായർ എന്താണ് പരാതി എന്നുള്ള പരാതി പറ. അതായത് ഞാൻ നടന്നു പോയപ്പോ എന്റെ കക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപ പോയി. മെമ്പറേ, ഈ ATM നിന്ന് പൈസ പോണ കേസ്, ലോക്കറിയിൽ നിന്ന് പൈസ പോണ കേസൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കക്ഷത്തിൽ നിന്ന് 5 ലക്ഷം രൂപ പോയി എന്ന് പറഞ്ഞ കേസ് ഞാൻ ഫയൽ ചെയ്യുന്നത്. സാറേ, ഞാൻ പിന്നെ പൈസ എടുത്തേച്ചും പൊതിഞ്ഞാണ്. അപ്പൊ അത് കക്ഷത്തിൽ വെച്ച് എന്നിട്ട് എനിക്ക് താരന്റെ അസുഖമുണ്ട്. അപ്പൊ തല ഇങ്ങനെ ചൊറിഞ്ഞപ്പോ കക്ഷത്തിൽ നിന്ന് താഴെ പോയി. എന്റെ മകളുടെ കല്യാണത്തിന് വെച്ച കാശാണ് സാറേ. കാശ് എവിടുന്ന്? എന്ത് സ്വർണ്ണമായ പോലും പുള്ളി ലോക്കറി വെക്കല്ലേ? ആർക്കെങ്കിലും കിട്ടിയാൽ തന്നെ സാറേ പാവം, എന്ത് ചെയ്യാൻ പറ്റുമോ അതല്ലേ? അപ്പൊ അതായത് രമേശൻ നായരുടെ 5 ലക്ഷം രൂപ കക്ഷത്തിൽ നിന്ന് പോയി. ഇത് എവിടെ വെച്ചിട്ടാണ് പോയത്? എന്തോ എവിടെ വെച്ചിട്ടാണ് ഈ പൈസ പോയത്? പേടിക്കാനല്ല, ഞാൻ രമേശൻ നായർ പറയണം എവിടെ വെച്ചിട്ടാണ് ഈ പൈസ പോയതെന്ന്. രമേശൻ നായർ പറഞ്ഞു കൊടുത്തു. വിഷയം പറയേ രമേശ് നായർ. അവിടെ വെച്ച് അമ്പലത്തിന്റെ അവിടെ വെച്ച് പോയി. അമ്പലത്തിന്റെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്? ഈ അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ളതാണ് ഈ പാക്കരഞ്ചന്റെ കട. അതിന്റെ ഫ്രണ്ടിൽ കിടന്ന് എനിക്ക് കിട്ടിയത്. അപ്പൊ അമ്പലത്തിന്റെ അവിടെ എവിടെ വെച്ച്? അമ്പലത്തിന്റെ എവിടെ വെച്ച്? സാറേ, അത് പോയല്ല കക്ഷത്തിൽ നിന്ന്. പിന്നെ അമ്പലത്തിന്റെ എവിടെ വെച്ച്? അമ്പലനാട എന്ന് പറഞ്ഞാൽ അതെവിടെ? അമ്പലനാട എന്ന് പറഞ്ഞാൽ എവിടെ? ശിവന്റെ നാട. ഇപ്പൊ ശിവന്റെ കടയനായ? കടയല്ല, ശിവന്റെ നാട. ശിവന്റെ
സാറേ ആക്ച്വലി നമ്മൾ ഈ അമ്പലം എന്ന് പറയുമ്പോൾ പല പല നടകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഉദാഹരണത്തിന് സുബ്രഹ്മണ്യന്റെ നട, ശ്രീകൃഷ്ണന്റെ നട, ധർമ്മജന്റെ നട, ധർമ്മശാസ്താവിന്റെ നട, പിന്നെ അന്നമ്മ മാളിൽ ഒരു സ്ഥലം അതല്ലേ അന്നനട, ഫുഡ് കൊടുക്കുന്ന സ്ഥലമേ, പിന്നെ ശിവന്റെ നട. അപ്പൊ അത്തരത്തിലുള്ള ഒരു നടയാണ് ശിവന്റെ നട. അവിടെ വെച്ച് പോയെന്നാണ്. ഓക്കെ, മെമ്പർ ഒന്ന് മാറിക്കേ. ശിവന്റെ നടയിൽ വെച്ച് പൈസ പോയി. അതെ, എത്ര മണിക്ക് പോയി? പറ, എത്ര മണിക്കാണ് ഈ പൈസ എന്റെ കയ്യിൽ നിന്ന് പോയത്? പറ. 12:30 മണിയായപ്പോ പോയി. ഈ ഉച്ചയ്ക്ക് 12 മണിക്ക് എന്താണ് അമ്പലത്തിൽ പോയത്? ഉച്ചയ്ക്ക് 12:30 മണിക്ക് എന്തിനാണ് അമ്പലത്തിൽ പോയി? പറ. അല്ല സാറേ, അതെന്തെന്നറിയാമോ, പുള്ളി അദ്ദേഹം അത് ഈ ദേവസ്വയുടെ ഏത് ദേവസ്യ? പിന്നെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പുള്ളി. മെമ്പർ പ്രസിഡന്റ്. ഞാൻ മെമ്പറാണ്, പുള്ളി പ്രസിഡന്റാണ്. പുള്ളി പ്രസിഡന്റ്. അതെ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ് നിങ്ങള്. ഞാനിപ്പോ ഓക്കെ. ഇത് എങ്ങനെയാണ് ഈ പൈസ നിങ്ങൾക്ക് കിട്ടിയത്? പൈസ പോയില്ല. അല്ല, അതല്ല, അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപ വരിക എന്ന് പറഞ്ഞാൽ ഒരു പല സോഴ്സ് ഉണ്ട്. അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു? അത് പറയണം രമേശൻ നായർ, അത് പറയണം. 5 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിൽ എങ്ങനെ വന്നു? അത് പറ. ചിട്ടി പിടിക്കുമല്ലോ മനുഷ്യൻ, സാധാരണക്കാരെ സാർ വിട്ടേര് സാറെ, കേസ് വിട്ടത്. അല്ല, അങ്ങനെ കേസ് വരാൻ പറ്റേ. രമേശൻ നായർ പറഞ്ഞു ചിട്ടി പിടിച്ച് കിട്ടിയ മിണ്ടല്ല, ചിട്ടി പിടിച്ച് കിട്ടിയ പൈസ. ഏത് ചിട്ടി? KCB ഇപ്പൊ ചിട്ടി കൊടുത്തു തുടങ്ങിയ? അപ്പൊ അങ്ങനല്ല സാറ്, അങ്ങനെ സാറേ. അതായത് ഈ KCB എന്താണ് മെമ്പർ പറ? KSFയുടെ ചിട്ടി പിടിച്ച പൈസ. KSFയുടെ ചിട്ടി കിട്ടി. അതെ, സാധാരണക്കാരൻ വിട്ടേര് സാറെ, പാവത്തിൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ KSFന്നൊക്കെ ചിട്ടി എടുക്കുമ്പോ ഒരാൾ ജാമ്യക്കാരനായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പൊ ആരാണ് രമേശൻ നായർക്ക് ജാമ്യം നിന്നത്? ആരാണ് ജാമ്യക്കാരൻ? പുള്ളിയാണ് നിന്ന്. അമ്മയാണോ പുള്ളിയാ? ജാമ്യാണ്. മെമ്പറാണ് ജാമ്യം നിന്നത്. മെമ്പറാണ് ജാമ്യം നിന്നത്. മെമ്പർ എന്ന് പറഞ്ഞേ, ഈ KSFന്നൊക്കെ ചിട്ടിയെടുക്കുമ്പോഴേ ഈ ജാമ്യം നിൽക്കുന്ന ആളുണ്ടല്ലോ, സർക്കാർ ജോലിക്കാരനായിരിക്കണം. തീർച്ചയായിട്ടും. മെമ്പർ സർക്കാർ ജോലിക്കാരനാണോ? മെമ്പർ സർക്കാർ ജോലിക്കാരനാണോ? അല്ലെ, സർക്കാർ നമ്മുടെ അടുത്ത ഇതായോണ്ട് ഞാൻ മെമ്പർ സർക്കാർ ജോലിക്കാരനാണോ? അല്ലാതെ പിന്നെ ഈ ജാമ്യം നിൽക്കാനുള്ള ആളെ ശരിയാക്കി തന്നത് പുള്ളിക്കാരനാണ്. ജാമ്യം നിൽക്കാനുള്ള ആളെയാണ് മെമ്പർ റെഡിയാക്കി കൊടുത്തത്. ഓക്കെ, ജാമ്യം നിൽക്കാനുള്ള ആളെ മെമ്പർ റെഡിയാക്കി. അപ്പൊ ഈ ജാമ്യം എന്ന ആളാരാ? അപ്പൊ ഈ ജാമ്യം എന്ന ആളാരാ? ജാമ്യം എന്ന ആളാരാ? സുകുമാരൻ നായർ എന്ന് പറഞ്ഞു. സുഗു എന്ന് പറഞ്ഞവരാ, അറിയാം. സുഗുവിന്റെ ജോലി വെള്ളം കുടിക്കും. വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചിട്ട് പറ, ഈ സുഗുവിന്റെ ജോലി എന്താണ്? പറയാം സാറേ. ടെൻഷൻ കൊണ്ടാണ് സാർ. ടെൻഷൻ കൊണ്ടാവും. ഓക്കെ, ഇനി പറ, എടാ ഈ സുഗുവിന്റെ ജോലി എന്താന്ന് പറ. സുഗുവിന്റെ ജോലി പറ. സുഗുവിന്റെ ജോലി പറയണോ? ഞാൻ പറഞ്ഞു. ഇനി പറ, സുഗുവിന്റെ ജോലി പറ. സുഗുവിന്റെ ജോലി സുഗു എന്ന് വെച്ചാൽ സാർ, ഇത് പിന്നെ സർക്കാർ ഓഫീസിലെ അധ്യാപനാണ്. അതെ, സർക്കാർ. അപ്പൊ അല്ല, സർക്കാർ ഓഫീസിലെ ഈ പറയണ എന്തൊരു ജോലി? ആശുപത്രിയിലെ അധ്യാപകനാണ്. സർക്കാർ ആശുപത്രിയിലെ അധ്യാപകനാണ്. അല്ല സാർ, സർക്കാർ വലിയ ആവശ്യത്തിലെ കളക്ടറാണ്. ഇവൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? പറയണോ? അല്ല സാർ, സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ്. അതെ, സർക്കാർ സ്കൂളിലെ അധ്യാപകനാണ് സുഗു. അതെ, ഈ സുഗുവിന്റെ നമ്പർ പറഞ്ഞേ. ഈ സുഗുവിന്റെ നമ്പർ പറ. പൊളിഞ്ഞല്ല, ഫോണെടുത്തില്ല ഞാൻ. ഇത് എന്റെ ഫോണല്ലേ? ഈ പോക്കറ്റ് ചെയ്യണത് എന്റെ ഫോണല്ലേ? 2 ഫോൺ ഉണ്ടല്ലോ. ഡിസ്പ്ലേ പൊട്ടിയിട്ടേ വർക്കാണ്ട്. സുഗുവിന്റെ നമ്പർ പറ. കളിക്കുന്ന നമ്പർ പറയാം. 98 47 67 98 അമ്മേടെ 58 20 16. ശരി, 6 നമ്പർ തന്റെ നമ്പർ. ഓക്കെ, അഡ്ജസ്റ്റ് സംസാരിച്ചാൽ മതി. ഹലോ, സർക്കാർ സ്കൂളിലെ അധ്യാപകൻ സുഗു സാറാണ്, പറഞ്ഞോളൂ. അതാ ഞാൻ അങ്ങോട്ട് പറയാൻ വേണ്ടി വരുന്നു. അപ്പോഴേക്കും പറഞ്ഞു. എനിക്കറിയാം ചോദ്യം അവിടെ നിന്ന് വരുമെന്ന് എനിക്കറിയാം. അതെ, ഞാൻ പട്ടണക്കാട് സ്റ്റേഷനിൽ SI ആണ് വിളിക്കുന്നത്. എനിക്കറിയാം, ഇപ്പൊ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പറഞ്ഞോളൂ സാർ. ആണോ? ഞാനൊരു കാര്യം തിരക്കാൻ വേണ്ടി വിളിച്ചതാണ്. സാറേ, ഞാൻ ഇച്ചിരി തിരക്കാണല്ലോ സാറേ, കാരണം ഞാൻ കുട്ടികളെ പഠിപ്പിച്ചോണ്ടിരിക്കണല്ലോ. കുട്ടികൾ ആ കൊച്ചിനടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറ. ആ കൊച്ചിനടുത്ത് മിണ്ടാണ്ടിരിക്കാൻ പറ.
മിണ്ടാതിരിക്കണടാ ഇത്രയൊക്കെ ഒപ്പിച്ച് വെച്ചേച്ചും വെച്ച് പിന്നെ സാറേ അത് പറഞ്ഞു സാറേ കുട്ടികളല്ലേ ചില അതെ എനിക്ക് ഒരു ഒറ്റ മിനിറ്റ് തന്നാൽ എനിക്കൊരു കാര്യം പറയാൻ സാറേ അതല്ല സാറേ ഇപ്പൊ ഈ ക്രിസ്മസിന്റെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ഒരു തിരക്കുണ്ട് സാറേ. ഈ ഓണ സമയത്താണ് ക്രിസ്മസിന്റെ പരീക്ഷ. അല്ല അപ്പൊ പിന്നെ നമുക്ക് വേർതിരിവില്ലല്ലോ സാറേ, രണ്ടൂടെ ഒന്നിച്ചടിച്ചങ്ങ് വിടാന്നുള്ള. എന്റെ സുഹൃത്താ കൊച്ചിനോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ സുകുമാഷ ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേ. പറഞ്ഞു സാർ. ഒറ്റ മിനിറ്റ് എനിക്ക് ഒരു കാര്യം അറിയാൻ വേണ്ടിട്ടാണ്. പറഞ്ഞു സാറേ. ഈ സുകുമാഷേ ആർക്കെങ്കിലും ചിട്ടെടുക്കാൻ വേണ്ടിട്ട് ജാമ്യം നിന്നാർന്നാ? സാറേ ഉള്ള കാര്യം പറയാം, ഞാൻ ഒരു തലയ്ക്ക് പോലില്ലാത്തന്നെ. ഞാൻ ആര് ജാമ്യം നിൽക്കാൻ പറയാനും ഞാൻ ജാമ്യം നിൽക്കുന്നതന്നെ. അങ്ങനെ ഞാൻ ഒരു രമേശൻ നായർക്ക് ഞാൻ ഈ അടുത്ത് ഞാൻ ജാമ്യം നിന്നു. 5 ലക്ഷം രൂപയ്ക്ക് പുള്ളിക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ആ പൊട്ടൻ 5 ലക്ഷം രൂപ കൊണ്ട് കളഞ്ഞു. അത് കളഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഊഹിക്കാമല്ലോ. അല്ല അവൻ എന്ത് കൈ കിട്ടിയാലും കൊണ്ട് കളയണവനാ, അതുകൊണ്ട് നമുക്ക് ഊഹിക്കാമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ചില ഈ സാറേ വേറൊരു സബ് ഇൻസ്പെക്ടർ എവിടെ നിൽപ്പുണ്ട, ഞാൻ സാറിനെ അങ്ങോട്ട് വിളിക്കാം കേട്ടോ. തിരക്കാൻ രണ്ടുപേരും കൂടി സ്റ്റേഷനിൽ ഇങ്ങനെ നാടാൻ കളിക്കാൻ. രണ്ടുപേരും കൂടി ഇങ്ങനെ നാടാൻ കളിക്കാണ് അല്ലേ? എടാ ഈ പൈസ എവിടെ കിട്ടിയെന്ന് പറഞ്ഞ വെള്ളം നീ വെള്ളം കുടിക്കണം. നീ കുറെ നേരമായിട്ട് കളിച്ചോണ്ടിരിക്കണം. എന്താ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞത്? എവിടുന്ന് കിട്ടിയ പൈസ? എവിടുന്ന് കിട്ടിയ പൈസ? പറ, നിങ്ങൾ പറഞ്ഞത് എവിടുന്ന് കിട്ടിയ പൈസ എന്ന് പറ. പറഞ്ഞു കൊടുറോ, ഇത് എവിടുന്ന് കിട്ടിയ പൈസ എന്ന് പറ. പൈസ എന്ന് പറഞ്ഞാൽ മറിഞ്ഞറിഞ്ഞ് വരുന്നതാണല്ലോ. എടോ നിങ്ങൾ കളിക്കാണ്ട് കാര്യം പറയും. പൈസ എവിടുന്ന് കിട്ടി? 5 ലക്ഷം രൂപ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി അത് പറ. സാധുക്കളാണ് സാറേ, വിട്ടരുത് സാറേ, കേസ് വിട് സാറേ. അങ്ങനെ പോവല്ലേ, ഇവിടെ ഇവിടെ നിന്നിട്ട് കാര്യം പറയും. 5 ലക്ഷം രൂപ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയത്? ഇതിപ്പോ ഇവിടുന്ന് 2 ദിവസം വന്ന് 2 ദിവസം ഇരിക്കുന്നത്. 2 ദിവസയാ? തനിക്ക് പ്രഷർ കയറിയാ? ഇനി നോക്കിട്ട് ഇവിടെ എത്ര ദിവസം ഇവിടെ? സാറേ എന്നെ തല്ലരുതട്ടാ, പലവിധ രോഗങ്ങളുള്ള ആളാണ്. എടോ നിങ്ങൾ കളിക്കാതെ കാര്യം പറയാ. 5 ലക്ഷം രൂപ എവിടുന്ന് കിട്ടിയെന്ന് പറയാം. അല്ലെങ്കിൽ അഡ്ജസ്റ്റ് മോന്താൻ വിളിക്കുന്നു. ആലോചിക്കണം സാർ, ആലോചിച്ചു. പറ, ആലോചിച്ചു 5 ലക്ഷം രൂപ എവിടുന്ന് കിട്ടിയെന്ന് പറയണോ? നീങ്ങളോടാ പറഞ്ഞു നിനക്ക് ചേട്ടനി വാടാകൂടാന്ന് തോന്നുന്നു. അയാൾ മാറിപ്പോയി. സാറേ SP വിളിച്ചാലോ? ഇതിന്ന് കിട്ടിയപ്പോ ഇനി SP കൂടെ വിളിക്കണേ. അതിന്റെ കറക്കം മാറിയാ? ആലോചിച്ചാ നീ മൊത്തം ആലോചിച്ചെങ്കിൽ പറ. 5 ലക്ഷം രൂപ എവിടുന്ന് കിട്ടിയെന്ന് പറ. സാറേ അത് സത്യം പറയല്ലോ സാറേ. സത്യം പറ. പറയാതിരിക്കുന്നത് എന്റെ പെങ്ങളെ മോനാണ് സാറേ, കള്ളം പവിത്ര. ഇവൻ പവിത്ര അതില്ലാത്ത സാറേ, അവന്റെ ഈ ചീത്തപ്പേര് കാരണം എന്റെ പെങ്കുച്ചിന്റെ കല്യാണം പോലും നടക്കത്തില്ല. ഇവനെ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാനൊക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രയോഗിച്ച ഒരു ഐഡിയ ആണ് അവന്റെ കള്ളപ്പേര് മാറ്റാൻ വേണ്ടി. ഞാൻ പറഞ്ഞൊരു 5 ലക്ഷം രൂപ എടുത്ത് നേരെ സ്റ്റേഷനിൽ കൊണ്ട് SI കൊടുക്ക്. അപ്പൊ നിന്റെ കള്ളപ്പേര് മാറ്റി കിട്ടും. അങ്ങനെ ഒരു ഐഡിയ ആണ്, എന്റെ പ്ലാനിങ് ആണ് സാറേ. അപ്പൊ അതായത് ഈ ഇരിക്കുന്ന കള്ളം പവിത്രന്റെ കള്ളം എന്നുള്ള പേര് മാറി കിട്ടാൻ വേണ്ടിട്ട് നിങ്ങൾ 3 പേരും കൂടി സ്റ്റേഷനിൽ വെച്ച് നടത്തിയ ഒരു പൊറോട്ട നാടകം. അയ്യോ, പൊറോട്ട അടിക്കല് ദഹിക്കത്തില്ല. അടിച്ചിട്ടുണ്ടല്ല. ഇനിയിപ്പോ എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. ഈ 5 ലക്ഷം രൂപ ആരുടെയും? അത്രേ ഉള്ളൂ. അവന്റെ അദ്ദേഹത്തിന്റെയാണ്. കൊടുത്തു വിട്ടത് പാവങ്ങൾ കേസ് നമ്മുടെ അത്ര ബന്ധമില്ലല്ലോ. ഇങ്ങോട്ട് മാറി. ഈ ഇരിക്കുന്ന 5 ലക്ഷം രൂപ നിനക്ക് എവിടെ നിന്ന് കിട്ടുക? അയ്യോ, ബുദ്ധിമുട്ടി പണിയെടുത്ത സത്യം പറ. അവൻ മോഷ്ടിച്ചു. എവിടുന്ന് മോഷ്ടിച്ചു? അയ്യോ, ഒന്ന് പറഞ്ഞോട്ടെ. എവിടുന്ന് മോഷ്ടിച്ചു പറ. അയ്യോ, പ്രഭാകരൻ നായരുടെ വീട്ടിൽ. ഏത് പ്രഭാകരന്റെ വീട്ടിൽ നിന്ന്? പ്രഭാകരൻ നായരുടെ വീട്ടിൽ നിന്ന്. പ്രഭാകരൻ നായരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. ഏതോ ഒരു പണക്കാരൻ പ്രഭാകരന്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. തന്റെ പേരല്ലോ പ്രഭാകരൻ എന്ന്. അയ്യോ, ഞാനാണ് പ്രഭാകരൻ. വീട്ടിൽ നിന്ന് പൈസ മോഷ്ടിച്ചവൻ. ഇടാ സാമദ്രോഹി, നീയല്ലേ പറഞ്ഞത് നിന്റെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ പുളുത്തി കിടപ്പുണ്ടെന്ന്? അക്കൗണ്ടിൽ നിന്ന് പോലും എനിക്ക് തിരിച്ചറിയാൻ പാടില്ല. അതിനിടക്കാണ് അക്കൗണ്ടിൽ കാശ്. നീ എന്റെ വീട്ടിൽ കയറി മോടിച്ച ഏതല്ലേ പറഞ്ഞു? പോയി നീ വീട്ടിൽ പോയി കാശ് എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. ഇവിടെ ബാങ്കിൽ പോയി കാശ് എടുത്തോണ്ട് വരാനാണ് ഞാൻ പറഞ്ഞത്. ബാങ്കിൽ പോയി കാശ് എടുക്കുക. എനിക്ക് ബാങ്കിലും ഇല്ല, ബാങ്കിലും ഒരു അക്കൗണ്ടും ഇല്ല. സാറേ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്താണ് സാറേ? ഇതെന്റെ 5 ലക്ഷം രൂപയാണ്. അത് സാറേ, ഇതെന്റെ മോടെ കല്യാണം നടത്താൻ വേണ്ടി ഞാൻ സ്വരൂപിച്ചും കൈക്കൂലി മേടിച്ചൊക്കെ വെച്ച പൈസ. ഇത് ഞാൻ കൊണ്ടുപോകരുത്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളത് അല്ല. അങ്ങനെയല്ല, ഇത് തൊണ്ടി മുതലാണ്. ഇനിയിപ്പോ ഞാൻ കേസ് രജിസ്റ്റർ ചെയ്ത് FIR എഴുതി കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് തെളിവുകൾ എടുത്തൊക്കെ നടത്തി വരുമ്പോ ഇതൊരു വിചാരണയായി വരുമ്പോഴേക്കും ഒരു 1.5 വർഷം പിടിക്കും ഈ ഒരു 5 ലക്ഷം രൂപ എനിക്ക് കിട്ടാൻ. അല്ല സാറേ, എന്റെ മോടെ കല്യാണത്തിന് വെച്ചിരുന്ന പൈസയാണ്. അതിന് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോ അങ്ങനെ കിട്ടൂല. ഞാൻ പറഞ്ഞില്ല, 1.5 വർഷം കഴിയും ഈ പൈസ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. മനസ്സിലായോ? ഇനിയിപ്പോ 1.5 വർഷം കഴിഞ്ഞ ഈ പൈസ ആയിട്ടുള്ള. അതെ. അപ്പൊ അങ്ങനെയാണ് സാറിന് എനിക്കൊരു ഉപകാരം ചെയ്തു തരും. എന്താണ്? ഇല്ല, കാണുന്ന ബോർഡിനകത്ത് എന്റെ ഒരു ഫോട്ടോ എവിടെ വെച്ചേക്കാം. എന്ത് കാര്യത്തിന്? അല്ല, ഇതിപ്പോ എന്റെ മോടെ കല്യാണം നടക്കണം, ഞാൻ എന്തായാലും മോഷണത്തിന് നടക്കണം. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സ്ഥിതിക്ക്
ഞാൻ മോഷണം തുടങ്ങി സാറേ. ഇനി പേടിക്കാനില്ല. എന്താ? നീ പേര് മാറ്റണ്ട. എന്താ? നിനക്കിനി അന്തസ്സായിട്ട് മോഷിക്കാം. എങ്ങനെയാ? നിന്റെ അമ്മാവന് ഇപ്പൊ കള്ളനായില്ലേ? എന്തിനാണ് എന്നെ തല്ലിയത്? എന്തിനാ? ഓ എന്റെ പച്ചിനി